ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏതൊരു പ്രോഗ്രാമിനും നമ്മുടെ ക്രിസ്തീയമായ ഒരു അന്തരീക്ഷത്തിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും വിവിധ മീറ്റിങ്ങുകൾക്കും ഒക്കെ ജനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ടോക്ക്, ഒരു ധ്യാനം, ഒരു അനുഗ്രഹ പ്രഭാഷണം. ഇന്നിങ്ങനെ പല പേരുകളിൽ നമ്മുടെ അടുത്ത് വന്ന് വചനപ്രഘോഷണത്തിന് ആവശ്യപ്പെടും. അത് ഒരു ശൈലിയായി മാറിയിട്ടുണ്ട്. എവിടെയും ഒരു ചെറിയ മെസ്സേജ്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമല്ല, അത് നമ്മുടെ ഒരു ശൈലിയായി തീർന്നു. മെസ്സേജിൻ്റെ സമയത്ത് കേട്ടിരിക്കുവോ കേൾക്കാതിരിക്കുവോ പല വിചാരത്തിലിരിക്കുവോ അത് വേറെ വിഷയം. അങ്ങനെ വചനപ്രഘോഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ വചനപ്രഘോഷണങ്ങൾ നടത്താറുമുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കാറുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാറുണ്ട്. വഴിതെറ്റി എന്ന് കാണുന്നവരെ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ച് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ കേൾക്കാനൊക്കെ നമുക്ക് ഇതൊരു ചടങ്ങായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ കേൾക്കുന്നു, അതിനാഗ്രഹം, പക്ഷേ പ്രവർത്തിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഒരു സത്യം. യഥാർത്ഥത്തിൽ 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 18-ാം തിരുവചനത്തിൽ, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഒരു ക്രൈസ്തവനും അവഗണിക്കാനാവാത്ത ഒരു കൽപ്പനയാണ് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഥമ ലോക ദരിദ്ര ദിനാചരണത്തിൽ ലോകത്തോട് പറയുന്ന വചനമാണിത്. യഥാർത്ഥത്തിൽ കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വാക്കിലും സംസാരത്തിലും സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. പ്രായോഗിക തലത്തിലേക്ക്, നമ്മുടെ സത്യത്തിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ ക്രൈസ്തവനും അവഗണിക്കാനാവാത്ത ഒരു കൽപ്പനയാണിത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വളരെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം വീണ്ടും നമ്മോട് പറയുന്നത് ഇതാണ്: നമ്മുടെ അധരങ്ങളിൽ പതിവായുള്ള ശൂന്യമായ വാക്കുകളും നമ്മുടെ തന്നെ അളവുകോലാകേണ്ട മൂർത്തമായ പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ് സ്നേഹത്തിന് ഒഴുകഴിവില്ല. അപ്പം നമ്മുടെ അധരങ്ങളിൽ പതിവായുള്ള ശൂന്യമായ വാക്കുകളുണ്ട്, നമ്മുടെ തന്നെ അളവുകോലാകേണ്ട മൂർത്തമായ പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ്. അതുകൊണ്ട് സ്നേഹത്തിന് ഒരു ഒഴുകഴിവില്ല. എപ്പോഴും വൈരുദ്ധ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ അധരങ്ങളിൽ പതിവായിട്ടുള്ള ശൂന്യമായ വാക്കുകളുണ്ട്. നമ്മളത് ചെയ്യാം, ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ പൊള്ളയായ വാക്കുകൾ, വാഗ്ദാനങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്രവൃത്തിയിലും സത്യത്തിലും ഒന്നുമില്ലാത്ത ശൂന്യമായ വാക്കുകൾ. യേശു ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. യേശു നൽകിയ ഈ ഒരു പ്രാധാന്യമുണ്ട്, സ്നേഹത്തിന് നൽകിയ. അതുകൊണ്ട് തന്നെയാണ് തിന്മയുടെ ശക്തി ഏറ്റവും നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തമായി കടന്നു വരുന്നതും നമ്മളെ പ്രകോപിപ്പിക്കുന്നതും ദൈവമക്കളെ സ്നേഹത്തിനെതിരായ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നതും. അപ്പം സ്നേഹത്തിനെതിരായ പ്രവൃത്തികൾക്ക് നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. ദുരാരോപണങ്ങൾക്ക് നമുക്കൊത്തിരി താല്പര്യമാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നമുക്കൊത്തിരി താല്പര്യമാണ്. മറ്റുള്ളവർ ചെയ്യാത്തതിനെപ്പറ്റി ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു കൊണ്ടുവരുവാൻ, വെളിപ്പെടുത്താൻ നമുക്കൊത്തിരി ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ നമ്മൾ ഒത്തിരിയേറെ തൽപരരാണ്. അതാണ് സ്നേഹത്തിനെതിരായ പ്രവൃത്തി. അപ്പം ദൈവമക്കളെ സ്നേഹത്തിനെതിരായ പ്രവൃത്തികളിലേക്ക് വേഗം നയിക്കുന്നതും
വിഭാഗീയ ചിന്തകൾ ഒത്തിരിയേറെ ഉണ്ടാക്കുന്നതും ഗ്രൂപ്പിസങ്ങൾ വരുത്തുന്നതും എപ്പോഴും തകർച്ചകളിലേക്ക് നയിക്കുന്നതും അത് തിന്മയുടെ ശക്തമായ പ്രവൃത്തിയാണ്. സ്നേഹത്തിനെതിരായ ഏതൊരു കൊച്ചു സംസാരവും വരുന്നുവോ അത് പിശാചിൽ നിന്നാണ് എന്ന് നമ്മൾ വളരെ വേഗം മനസ്സിലാക്കണം. കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. ഗ്രൂപ്പിസത്തിന്, വിഭാഗീയതയ്ക്ക്, തമ്മിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതിന് ഒരു കൊച്ചു ഗ്രൂപ്പാണെങ്കിലും അതിൽ വിഭാഗീയതകൾ സൃഷ്ടിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കുന്നതിൽ പൈശാചിക ശക്തി വളരെ വേഗം വിജയിക്കുന്നുണ്ട്. കൂട്ടായിട്ടുള്ള നിൽക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോലും, നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും, നമ്മുടെ സ്വസ്ഥമായ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും ഈ വിഭാഗീയ ചിന്തകളിലും ഒരാൾക്കെതിരെ മറ്റൊരാൾ തിരിയുന്നതും, അവിടെ ഗ്രൂപ്പുകൾ തിരിയുന്നതും, ഗ്രൂപ്പുകൾ തിരിഞ്ഞ് ചർച്ച വരുന്നതും, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും എല്ലാം സ്നേഹത്തിനെതിരായ പ്രവൃത്തികൾ, അതിൻ്റെ ശക്തമായ വളർച്ചയും ആണ്. ദൈവമക്കൾ വളരെ വേഗം വെറുപ്പിനും വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും പ്രതികാരത്തിലും വിധേയരാകുന്നു, അതിൽ ജീവിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1823 ഖണ്ഡികയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സ്നേഹത്തിൽ നിന്ന് യേശു പുതിയ കൽപ്പന രൂപപ്പെടുത്തുന്നു. സ്നേഹത്തിൽ നിന്ന് യേശു പുതിയ കൽപ്പന രൂപപ്പെടുത്തുന്നു. അവിടുന്ന് തൻ്റെ സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിച്ചുകൊണ്ട് താൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം വെളിവാക്കുന്നു. സ്നേഹത്തിൽ നിന്ന് യേശു പുതിയ കൽപ്പന രൂപപ്പെടുത്തുന്നു. അവിടുന്ന് തൻ്റെ സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിച്ചുകൊണ്ട് താൻ പിതാവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം വെളിവാക്കുന്നു. പിതാവിൽ നിന്ന് ഈശോ സ്വീകരിച്ച ആ സ്നേഹം ശിഷ്യരെ സ്നേഹിച്ചുകൊണ്ട്, തൻ്റെ സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, അത് ഒറ്റിക്കൊടുക്കുന്ന സമയത്തും യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നും പത്രോസ് തള്ളിപ്പറയുമെന്നും അറിഞ്ഞുകൊണ്ടും അവസാനം വരെ സ്നേഹിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം ഈശോ വെളിവാക്കി. ശിഷ്യന്മാർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവർ യേശുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം അനുകരിക്കുന്നു. ശിഷ്യന്മാരെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവർ യേശുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം അനുകരിക്കുന്നു. തന്മൂലം യേശു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. വീണ്ടും ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈ ഒരു സ്നേഹത്തിൻ്റെ പ്രമാണം ഈശോ നമുക്കിവിടെ നൽകുകയാണ്. ഒരിക്കലൊരു വൃദ്ധനായ ഒരു മനുഷ്യൻ എൻ്റെ പള്ളിയിൽ സഹായത്തിനായിട്ട് ഒരിക്കൽ വന്നു. അച്ഛാ, എന്തെങ്കിലുമൊക്കെ തരണം. അപ്പം ഞാൻ അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അയാളുടെ ആകമാടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാളൊരു കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ അയാളുടെ അടുത്തിരുന്ന് അയാളും എല്ലാം സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില പഴയ അനുഭവങ്ങളിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ്. ഞാൻ ചോദിച്ചു, മക്കളില്ലേ, ഭാര്യയില്ലേ? ഏതോ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. അദ്ദേഹം വീണ്ടും ഒരു കല്യാണം കഴിച്ചു, നിയമവിധേയമല്ലാത്ത കല്യാണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിന്മയുടെ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം മാരക രോഗത്തിനടിമയായി, എയ്ഡ്സ് എന്ന വലിയ രോഗത്തിന് ഇരയായി. അതോടെ അദ്ദേഹത്തെ എല്ലാവരും ഉപേക്ഷിച്ചു. ജീവിതത്തിൽ നന്മ പ്രവൃത്തികളൊന്നും ചെയ്യാതെ, ആരെയും ഒരിക്കലും സ്നേഹിക്കാതെ, കിട്ടിയ എല്ലാ ദൈവകൃപകളും അദ്ദേഹം തൂവിക്കളഞ്ഞു. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സമ്പാദിച്ച മാരകരോഗം അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും അകറ്റി. ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കൃപ അദ്ദേഹം ദൂർത്തടിച്ചു. ഇന്ന് അദ്ദേഹം ഒരു ആശുപത്രിയുടെ പരിസരത്ത് വെറുതെ ജീവിക്കുന്നു. അവിടെ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്തു കൊടുത്ത്, എന്തെങ്കിലും കിട്ടിയാൽ അത് അദ്ദേഹം വാങ്ങി അദ്ദേഹം ജീവിതം കഴിക്കുന്നു. ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിപ്പോയി. അതേ അച്ഛോ, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റി. ജീവിതത്തിൻ്റെ അങ്ങേ തുടക്കം മുതൽ ഒത്തിരി പാളിച്ചകൾ പറ്റി. തിരുത്താനാവാത്ത വിധം അകന്നുപോയി. തിരുത്താൻ സാധിക്കാത്ത വിധം തിന്മയ്ക്ക്
അതായത് ആ മുങ്ങിപ്പോയ വലിയ അവസ്ഥയിൽ നിന്ന് പൊങ്ങി വരാൻ പറ്റാത്ത വിധം അത്രത്തോളം ആഴത്തിലേക്ക് മുങ്ങിപ്പോയി. ജീവിതത്തിൽ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. മറ്റൊന്നും ഇനി ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇല്ല. ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം അകന്നു കഴിഞ്ഞ് അവസാനം രോഗിയുമായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ തെറ്റുകളോടും പാപജീവിതത്തോടും വിട പറയണമെന്നും ആ തിന്മയുടെ ലോകമാണ് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചത് എന്നും അദ്ദേഹം മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. പക്ഷേ അപ്പോഴേക്കും സമയം മുഴുവൻ കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ ദൈവകൃപ ദൂർത്തടിച്ചു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളും ദൈവം അദ്ദേഹത്തിന് നൽകിയ മുന്നറിയിപ്പുകളും മുഴുവനും അദ്ദേഹം അവഗണിച്ചു. സ്നേഹമെന്ന കൽപ്പനയ്ക്ക് ഒരു പ്രാധാന്യവും ജീവിതത്തിൽ ആ മനുഷ്യൻ നൽകിയില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1828 വചനം വളരെ മനോഹരമായി നമ്മോട് പറയുന്നു, സ്നേഹത്താൽ സജീവമാക്കപ്പെട്ട ധാർമ്മിക ജീവിതത്തിൻ്റെ പരിശീലനം ക്രൈസ്തവർക്ക് ദൈവമക്കളുടെ ആധ്യാത്മിക സ്വാതന്ത്ര്യം നൽകുന്നു. സ്നേഹത്താൽ സജീവമാക്കപ്പെട്ട ധാർമ്മിക ജീവിതത്തിൻ്റെ പരിശീലനം ക്രൈസ്തവർക്ക് ദൈവമക്കളുടെ ആധ്യാത്മിക സ്വാതന്ത്ര്യം നൽകുന്നു. അവനിനി ദൈവത്തിന് മുമ്പിൽ ഒരു അടിമയെപ്പോലെ ഭീതിയോടെ അല്ലെങ്കിൽ കൂലിക്കായി നോക്കി നിൽക്കുന്ന കൂലിക്കാരനെ പോലെ നിലകൊള്ളുന്നില്ല. പിന്നെയോ നമ്മെ ആദ്യം സ്നേഹിച്ചവൻ്റെ സ്നേഹത്തോട് പ്രത്യുദ്ധരിക്കുന്ന പുത്രനെ പോലെ നിലകൊള്ളുന്നു. കൂലിക്കായി നിൽക്കുന്ന കൂലിക്കാരൻ്റെ ഒരു മനോഭാവമുണ്ട്. അടിമയെപ്പോലെ ഭീതിയോടെ നിൽക്കുന്നു, അല്ലെങ്കിൽ കൂലിക്കായി. അവനെന്താണ്? രാവിലെ മുതൽ അവൻ പണിയെടുത്തു, വൈകുന്നേരം എനിക്കെൻ്റെ കൂലി കിട്ടണം, ഞാൻ അതിനായി നോക്കി നിൽക്കുന്നു. ആ കൂലി കിട്ടിക്കഴിഞ്ഞാൽ യജമാനനും ഞാനുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിച്ചു. പിന്നെ എനിക്കെൻ്റെ വഴിക്ക് പോകാം. ഇന്നത്തെ എൻ്റെ കൂലി കിട്ടിയാൽ എനിക്കെൻ്റെ വഴിക്ക് പോകാം. രാവിലെ ജോലി തുടങ്ങുമ്പം മുതൽ അവൻ്റെ ഉള്ളിലെ ഒരേ ഒരു ലക്ഷ്യം വൈകുന്നേരം തനിക്ക് കിട്ടാനുള്ള കൂലി. കൂലിക്കായി നോക്കി നിൽക്കുന്ന കൂലിക്കാരനെ പോലെ നിലകൊള്ളുന്നില്ല എന്നാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെയോ നമ്മെ ആദ്യം സ്നേഹിച്ചവൻ്റെ സ്നേഹത്തോട് പ്രത്യുദ്ധരിക്കുന്ന പുത്രനെ പോലെ നിലകൊള്ളുന്നു. പുത്രൻ പിതാവിൻ്റെ സ്നേഹം ആദ്യം മുതൽ അനുഭവിച്ചു പോരുകയാണ്. ആ പുത്രൻ എങ്ങനെയാണോ ആ പിതാവിൻ്റെ മുമ്പിൽ, അതുപോലെയാണ് ദൈവമക്കൾ നിൽക്കേണ്ടത്. ശിക്ഷയെപ്പറ്റിയുള്ള ഭയം മൂലമാണ് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതെങ്കിൽ നമ്മൾ അടിമകളുടെ സ്ഥാനത്താണ്. തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കുമല്ലോ, ആ ഒരൊറ്റ ഭയമാണ് എങ്കിൽ നമ്മൾ അടിമയെപ്പോലെയാണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ പുത്രനെ പോലെ വീട്ടിലായിരിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും ഈ ശിക്ഷയെപ്പറ്റിയുള്ള ഭയം മൂലമാണ് തിന്മയിൽ നിന്നും ഒഴിവായി നിൽക്കുന്നത്. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തില്ല, ഞായറാഴ്ച കടപ്പെട്ട ദിവസമായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു ഭയമാണ് നല്ലൊരു ശതമാനം വിശ്വാസികളുടെയും മുമ്പിൽ. എന്നെ ആദ്യം മുതൽ സ്നേഹിച്ചവൻ്റെ സ്നേഹത്തോട് പ്രത്യുദ്ധരിക്കുന്ന ഒരു സ്നേഹമായിട്ട് വിശുദ്ധ ബലിയിൽ ഞാൻ പോകുന്നുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അച്ഛൻ ശ്രദ്ധിക്കും. ഞായറാഴ്ച കുർബാന കടമുണ്ട്, ഞാനെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെല്ലുമ്പോൾ പിടുത്തം വീഴും. ഈ ഒരു ചിന്തയാണ് ശിക്ഷയെപ്പറ്റിയുള്ള ഭയം. അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയില്ല, കുർബാനകളൊക്കെ മുടക്കി കുദാശകൾ ജീവിച്ച സമൂഹത്തിൽ നിന്നാണെങ്കിലും ദൈവം എന്നെങ്കിലും എന്നെ ശിക്ഷിക്കും. ഞാൻ മരിച്ചു ചൊല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും. ഇതുകൊണ്ട് ഭയം കൊണ്ട്, ശിക്ഷയെപ്പറ്റിയുള്ള ഭയം കൊണ്ടാണ് നമ്മൾ നല്ല ശതമാനം കുദാശകൾ പോലും സ്വീകരിക്കുന്നത്. പുത്രനെ പോലെ ഭവനത്തിൽ നിലകൊണ്ട് നമ്മൾ ഒരിക്കലും ആകുന്നില്ലെങ്കിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരുന്നില്ല. കൂലിയുടെ ആസ്വാദനമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നാം കൂലി വേലക്കാരനെ പോലെയാണ്. അവസാനമായി നന്മയ്ക്ക് വേണ്ടിയും കൽപ്പിക്കുന്നവനോടുള്ള സ്നേഹത്തെ പ്രതിയും അനുസരിക്കുന്നെങ്കിൽ നമ്മൾ മക്കളുടെ സ്ഥാനത്താണ് എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി നന്മയ്ക്കു വേണ്ടിയും കൽപ്പിക്കുന്നവനോടുള്ള സ്നേഹത്തെ പ്രതിയും അനുസരിക്കുന്നുവെങ്കിൽ നമ്മൾ മക്കളുടെ സ്ഥാനത്താണ്.
നമ്മളെന്നും മക്കളുടെ സ്ഥാനത്താണ് നിൽക്കേണ്ടത്. കൂലിക്കാരൻ്റെ സ്ഥാനത്തല്ല, അടിമയുടെ സ്ഥാനത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. സ്നേഹത്തെ പ്രതിയും അവനെ അനുസരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മകൻ്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്താണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന് അല്പം പോലും സ്ഥാനമില്ല. അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. അപ്പം ദൈവമക്കളുടെ ധിക്കാരത്തെപ്പറ്റി കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളിൽ. ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, അപരുവൻ എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു, എനിക്കൊരു ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വരാൻ നിവൃത്തിയില്ല. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അവർ എല്ലാവരും ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഈ മഹത്തായ വിരുന്നിൻ്റെ വില മനസ്സിലാക്കാതെ, ക്ഷണിക്കപ്പെട്ട ആ വലിയ വിരുന്നിൻ്റെ വില മനസ്സിലാക്കാതെ എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരുവന് കാളയും, ഒരുവന് വയലും, ഒരുവന് വിവാഹവും, അവൻ്റെ കുടുംബജീവിതവും, അവന് ദൈവരാജ്യം നഷ്ടപ്പെടുത്തി. അങ്ങനെ ദൈവരാജ്യം അവർ ഓരോരോ കാരണത്താൽ നമ്മളൊക്കെ ദൈവരാജ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ചിലരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്, ദൈവരാജ്യം നഷ്ടപ്പെടുത്തുന്നത് കാളകളാണ്. ചിലരുടെ ദൈവരാജ്യം നഷ്ടപ്പെടുത്തുന്ന വയലുകളും സമ്പാദ്യങ്ങളും കൃഷിത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളുമാണ്. ചിലരുടെ കുടുംബജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടി മാത്രം സമയം ചെലവഴിക്കാനുള്ള, അതുകൊണ്ട് പള്ളിയിൽ പോകാൻ നേരമില്ല, കുദാശകൾ സ്വീകരിക്കാൻ നേരമില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കാനും എനിക്ക് സമയമില്ല. അങ്ങനെ കാളയും വയലും കുടുംബവും നമ്മുടെ ദൈവരാജ്യം നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവരാജ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? കാളയാണോ, എൻ്റെ വയലാണോ, എൻ്റെ കുടുംബജീവിതമാണോ? എന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ ദൈവരാജ്യ അനുഭവത്തിൽ ആ വിരുന്നിന് പോകാതിരുന്നാൽ പിന്നീട് ഒരിക്കലും ആ വിരുന്നിൽ പ്രവേശനം ലഭിക്കില്ല. എന്നേക്കുമായി അത് നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളതും, താൻ നഷ്ടപ്പെടുത്തുന്നത് എത്രയോ വിലപ്പെട്ട, എത്രയോ മൂല്യമുള്ള സ്വർഗരാജ്യത്തിലെ വിരുന്നാണ് എന്നും അവൻ മനസ്സിലാക്കുന്നില്ലാത്തത് വളരെ പരിതാപകരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാള കളയേണ്ടതല്ല നമ്മുടെ ജീവിതം. വയലും എസ്റ്റേറ്റും നമ്മുടെ കൃഷിപ്പണികളൊന്നും കളയേണ്ടതല്ല. നമ്മുടെ കുടുംബജീവിതവും അതിൻ്റെ പ്രാരാബ്ധങ്ങളും നഷ്ടപ്പെടുത്തേണ്ടതല്ല നമ്മുടെ സ്വർഗരാജ്യ അനുഭവം എന്ന് നമ്മൾ ഓർമ്മിക്കുക. ജീവിതത്തിൽ ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് ഈ ദൈവരാജ്യമാണ്. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് തരും. ഈ കാളകളെയും ഈ വയലുകളെയും ഈ കുടുംബത്തെയും എല്ലാം ദൈവം അതോടൊപ്പം തരുന്നതാണ് ഏറ്റവും ബുദ്ധി. അത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തെ ഉപേക്ഷിക്കുന്ന കഥ. ദൈവം സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് വിളിക്കുമ്പോൾ, ഞാനില്ല, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുമ്പോൾ ഞാൻ അപേക്ഷിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് ഞാൻ പോകാനാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുപിടിക്കാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തണം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 2 തിരുവചനം, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. നിങ്ങൾക്ക് ആകാശത്തിലേക്ക് നോക്കിയാൽ അറിയാം അതിനെ വ്യാഖ്യാനിക്കാൻ. വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് കാറ്റും കോളും ഉണ്ടാകുമെന്ന്. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ?
കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഒരു വഴിയാണ് കാലത്തിൻ്റെ ഈ അടയാളങ്ങൾ. അവിടുത്തെ സ്വരം നമ്മൾ കേൾക്കേണ്ട ഒരു മാധ്യമമാണ് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് പ്രകൃതിയിലൂടെ. പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ടിട്ട്, കടലിൻ്റെ ഭാവഭേദം കണ്ടിട്ട്, ആകാശത്തിൻ്റെ ഭാവഭേദം കണ്ടിട്ട് കാറ്റും കോളും ഉണ്ടാകുമെന്ന് നീ പറയുന്നുവെങ്കിൽ നീ എന്തു ചെയ്യണം? കടലിൽ പോവാതിരിക്കണം. നീ ആ കടൽ അപകട സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് നീ മാറി നിൽക്കണം. അപ്പം ജെറമിയ 2-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം പറയും, ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു, അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. ഞാൻ അങ്ങനെ ബോധപൂർവം കൊണ്ടുവന്നതാണ് നിങ്ങളെ. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദൂഷിപ്പിച്ചു. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും. നിങ്ങളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ചില പരാജയങ്ങൾ എന്നെ ചിന്തിപ്പിക്കണം. ചില കാര്യങ്ങളിൽ ഞാൻ പരാജയപ്പെടുന്നു, ചില കാര്യങ്ങൾ ഞാൻ പരിശ്രമിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകർച്ചകളും പരാജയങ്ങളും കുറവുകളും ഒക്കെ വരുമ്പോൾ ഞാൻ തിരിച്ചൊന്ന് ചിന്തിക്കണം, ഞാൻ കർത്താവിൻ്റെ വഴിയാണോ? അല്ലെങ്കിൽ ഞാൻ ചിലതൊക്കെ ചെയ്യുമ്പോൾ എനിക്കെതിരെ പ്രതികാരങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അല്ലെങ്കിൽ എനിക്കെതിരെയുള്ള ചില സ്വരങ്ങൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അത് കാലത്തിൻ്റെ ചില അടയാളങ്ങളായിട്ട് നമ്മൾ വായിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനം പറയുന്നു, പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്, കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു, സംഹാരമോത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ടകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവരെ ശിക്ഷിച്ച് നശിപ്പിക്കുവാനുള്ള വാളും അങ്ങനെ തന്നെ കാലത്തിൻ്റെ അടയാളങ്ങൾ പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെടും. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി നമുക്കെതിരായി ചിലപ്പോഴെങ്കിലും പ്രവർത്തിക്കാറുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കാറുണ്ട്. അപ്പോൾ ദൈവം അതിലൂടെ എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നു. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ലോകത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങൾ പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. അവ സംഭവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ ഈ അനുഭവത്തിലൂടെ എന്ന്. കർത്താവ് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതാണ് പ്രകൃതിയിലെ മാറ്റങ്ങൾ. കാറ്റ്, കോള്, തിരമാല, ഇതെല്ലാം ഹിംസ്രജന്തുക്കളുടെ ദംഷ്ടകളും തേളുകളും അണലികളും ഇവയെല്ലാം ദൈവഭയമില്ലാത്തവരെ ശിക്ഷിച്ച് നശിപ്പിക്കുവാനുള്ള വാളാണ് എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പറയുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, കാലത്തിൻ്റെ അടയാളങ്ങൾ തന്നെ തിരിച്ചറിയാനും സ്നേഹത്തിൻ്റെ പ്രമാണത്തിലേക്ക് തിരികെ പോകാനും കൂലിക്കാരനെ പോലെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാനും നമുക്കിടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പക്ഷേ ഈ ജീവിതത്തിൽ അങ്ങയുടെ തിരുമനസ്സിനെതിരായി പ്രവർത്തിച്ച് ഞങ്ങൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യുകയും പാപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. നല്ല തമ്പുരാനെ, എന്നും അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിലായിരിക്കാനും പിതാവും മക്കളും എന്ന സ്നേഹബന്ധത്തിൽ എപ്പോഴും ആയിരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, തിരുക്കുടുംബത്തിൽ അമ്മയും യൗസേപ്പും ഉണ്ണീശോയും ജീവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതം ആ തിരുക്കുടുംബത്തിലായിരിക്കാൻ, നിങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.